നമസ്കാരം. ഇന്നലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഒരു വ്യാജ വാർത്തയാണ് വയനാട് ടൗൺഷിപ്പിലെ വീടുകൾക്ക് വിള്ളൽ എന്നുള്ളത്. മനോരമയിലെ വാർത്തയുടെ ഒരു തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഉരുൾപൊട്ടലിനെ വരെ പ്രതിരോധിക്കാൻ ഉതകുന്ന വീടെന്ന് സർക്കാർ വാദം, വയനാട് ടൗൺഷിപ്പിലെ 2 വീടുകളിൽ വിള്ളലെന്ന്. 24-ഉം അതുപോലെ തന്നെ റിപ്പോർട്ടറും ഏഷ്യാനെറ്റും ഒക്കെ ഈ വാർത്ത അങ്ങ് ആഘോഷമാക്കി മാറ്റി. മാധ്യമങ്ങൾ മറക്കുമ്പോൾ എന്ത് പറയാനാണല്ലേ. സത്യാനന്തര കാലത്ത് നുണകൾക്ക് നിറം വളരെ കൂടുതലാണ്, പക്ഷേ ആയുസ് കുറവാണ്. പറഞ്ഞു വരുന്നത് വയനാടിലെ ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലുണ്ടെന്ന ചില മാധ്യമ വാർത്തകളെ പറ്റി തന്നെയാണ്. പെൻസിൽ കൊണ്ട് വരച്ച വരയെയാണ് മാധ്യമങ്ങൾ വിള്ളലായി ചിത്രീകരിച്ചത്. വാർത്തയ്ക്ക് പിന്നാലെ ടൗൺഷിപ്പിൽ നേരിട്ടെത്തി വീടുകളുടെ ഗുണനിലവാരം മന്ത്രി കെ രാജൻ വിലയിരുത്തുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. അധികം മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല, എന്നാലും നമുക്കിത് കൊടുക്കാതെ വയ്യല്ലോ. കാരണം സത്യം പറയുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ധർമ്മമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഇത് സാധാരണ നിലയ്ക്ക് വെള്ളം സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമില്ല. എന്തായിരുന്നു നോക്കൂ, ഈ വരയല്ലേ വിള്ളൽ എന്ന പേരിൽ ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ പ്രചരിപ്പിച്ചത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പല സതീശന്മാരും പ്രചരിപ്പിച്ചത്. മന്ത്രി കെ രാജൻ ആ പെൻസിൽ വര മാറ്റുമ്പോൾ അവിടെ തകർന്നു വീണത് മാധ്യമങ്ങളോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത കൂടിയാണ്. നുണ മാത്രം പറയുന്ന മാപ്രകൾ ഒരിക്കൽ പോലും വിചാരിച്ചു കാണില്ല മന്ത്രി കെ രാജന്റെ ഈ വരവും വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ വന്നു നിന്ന് ലൈവായി ആ നുണ വ്യാജ വാർത്ത പൊളിച്ചടക്കി കളയുമെന്ന്. ഭരണകൂടത്തെ മാധ്യമങ്ങൾക്ക് വിമർശിക്കണം, പക്ഷെ അത് വസ്തുനിഷ്ഠമായിരിക്കണം. എന്നാൽ നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. അത് അങ്ങനെ തന്നെ പറയും. ഒരു കോലും ക്യാമറയും സ്വന്തമായ ഒരു മാധ്യമ സ്ഥാപനവും ഉണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരവും വിളിച്ചു പറയാം, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന അധാർമിക മാധ്യമ പ്രവർത്തകരുടെ കരണത്തിന് കൊടുത്ത അടികൂടിയായാണ് ഞാൻ ഈ വീഡിയോയെ കാണുന്നത്. ആ വീഡിയോയിൽ മന്ത്രി കെ രാജൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നുകൂടി കേട്ടു നോക്കൂ. ഇത് സാധാരണ നിലയ്ക്ക് വെള്ളം സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമില്ല. എന്തായിരുന്നു ഇത് സാധാരണ നിലയ്ക്ക് വെള്ളം സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമില്ല. എന്തായിരുന്നു ഇത് വിള്ളലാണോ എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അത് അവിടെയുള്ള വയനാട് ദുരന്ത ബാധിതരോടല്ല ചോദിക്കുന്നത്. അവർക്കറിയാം വളരെ കെട്ടുറപ്പുള്ള, വളരെ കരുത്തുറ്റ വീടുകളാണ്, തകർന്നു വീഴാത്ത വീടുകളാണ് സർക്കാർ പണിതു കൊടുക്കുകയുള്ളൂ എന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം ഇപ്പോൾ കേരളം ഭരിക്കുന്നത് LDF ആണെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവരോടല്ല അദ്ദേഹം ചോദിച്ചതെന്നും അവർക്ക് അത്തരത്തിലുള്ള സംശയമില്ല എന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. മാധ്യമ പ്രവർത്തകരോട് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് അത് ചോദിക്കുന്നത്. ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ എന്ന് വാർത്തയടിച്ച മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും 24-ഉം റിപ്പോർട്ടറും ഒരക്ഷരം മിണ്ടുന്നില്ല. പക്ഷേ ആ നിശബ്ദത കണ്ട ജനം ഉള്ളിലെങ്കിലും പറഞ്ഞു കാണും, വല്ല പണിയെടുത്ത് ജീവിക്കടാ മാപ്രകളെ എന്ന്. ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഇതിന്റെ സത്യാവസ്ഥ തിരക്കി വയനാട് ടൗൺഷിപ്പിലെ ആളുകളോട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു കേട്ടോ. അവർ പറഞ്ഞത് പെരുന്നുണയാണ് ഇതെന്ന് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇവരെന്തിനാണ് ഇങ്ങനെ വ്യാജ വാർത്ത ചെയ്യുന്നതെന്നാണ് അവർ ചോദിച്ചത്. സത്യത്തിൽ വയനാട്ടിൽ പോയി മാധ്യമങ്ങളുടെ ഈ വിള്ളൽ വ്യാജ വാർത്ത പൊളിച്ചടക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുമ്പോഴാണ് മന്ത്രി തന്നെ നേരിട്ടെത്തി മാധ്യമ വ്യാജ വാർത്ത പൊളിച്ചടക്കിയത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെ വേണം മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകൾ പൊളിച്ചടക്കാൻ. പെൻസിൽ കൊണ്ട് വരച്ച വരയാണ് മാധ്യമങ്ങൾ വിള്ളലായി ചിത്രീകരിച്ചതെന്നും മുഴുവൻ വീടിന്റെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും അതിൽ യാതൊരു സംശയവും വേണ്ടെന്നും പറഞ്ഞ മന്ത്രി മുഴുവൻ ദുരന്ത ബാധിതരുടെയും പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നും നുണകൾ പൊളിയുമെന്നും ഒക്കെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ആ നേരത്തൊക്കെ അങ്ങ് ഉരുകി നിൽക്കുകയാണ് നമ്മുടെ മാപ്രകൾ. ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ താറടിക്കാനാണ് ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതെന്നും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ പോലും കള്ളം ഏറ്റുപിടിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിന്റെ ജീർണിച്ച മുഖമാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും ഒക്കെ വിമർശിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഇത് ചോദിച്ചു മേടിച്ചതാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. വ്യാജ വാർത്ത നൽകി സുരക്ഷിതമല്ലാത്ത വീടുകളാണ് സർക്കാർ തങ്ങൾക്ക് നിർമ്മിച്ച് നൽകുന്നതെന്ന് വരുത്തി തീർത്ത് ആ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഭീതിയുടെയും ആശങ്കയുടെയും കയത്തിലേക്ക് തള്ളിവിടാമെന്നാണ് ഈ വിള്ളൽ വ്യാജ വാർത്ത കൊണ്ട്
വലതുപക്ഷ മാധ്യമങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ കെ രാജനൊപ്പം ദുരന്ത ബാധിതർ നുണ ഫാക്ടറി മാപ്പറുകളോട് പറയാതെ പറയുന്നത് ഉന്നാൽ മുടിയാതെ തമ്പി എന്ന് തന്നെയാണ്. ഇത് സാധാരണ നിലയ്ക്ക് വെള്ളം സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമില്ല എന്തായിരുന്നു. വയനാട് ദുരന്തം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങൾ ദുരന്തങ്ങളും മരണങ്ങളും കെടുതികളും വാർക്ക് റേറ്റ് ഉയർത്താനുള്ള ഉപാധിയായി മാത്രം കണ്ടുവെന്ന വിമർശനം നേരത്തെ മുതൽ അവർ നേരിടുന്നുണ്ട്. ഇന്നിന്റെ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തായാലും പെൻസിൽ വര വിള്ളലിൽ ഒതുക്കിയല്ലോ, വീടിനുള്ളിൽ ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഈ വിള്ളൽ വന്നത് അതിനുള്ള ഒരു സൂചനയാണ് എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തില്ല എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും മന്ത്രി കെ രാജന്റെ ഇന്നത്തെ ഈ പൊളിച്ചടക്കൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തനം നടക്കുമ്പോൾ സത്യം പറയേണ്ടവർ നുണ മാത്രം പ്രചരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇടയ്ക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ജേർണലിസം ആക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ഒരു ആവേശത്തിൽ സർക്കാരിനെ അടിക്കാനാണെങ്കിൽ പോലും ഇങ്ങനെ വ്യാജ വാർത്ത മെനയാൻ ഇനി അങ്ങോട്ട് പോകരുതെന്ന് മാധ്യമ സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉരുൾപൊട്ടിയ നാടിനെ വീണ്ടെടുത്ത് കല്ലിനു മുകളിൽ കല്ലുവെച്ച് വീടൊരുക്കി നാടൊരുക്കി അവരെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരിനെ പറ്റി പുലഭ്യം പറയാൻ ഇനി ഇങ്ങനെ കോലുമെടുത്ത് ക്യാമറയും എടുത്ത് അങ്ങ് പോയാൽ അവർ മനുഷ്യരാണ്. ചിലപ്പോൾ ചെരിപ്പൂരി അടിക്കും, ചിലപ്പോൾ ചൂലെടുത്തടിക്കുമെന്ന് പറയാതെ വയ്യ. കാരണം അത്രത്തോളം ഉപദ്രവിക്കുന്നുണ്ട് നിങ്ങൾ. ഉരുൾപൊട്ടലിനേക്കാൾ അവരിപ്പോൾ ഭയക്കുന്നത് ഈ കോലും ക്യാമറയും അതിനു മുന്നിൽ നിന്ന് വിഷം ചീറ്റുന്ന നിങ്ങളെയുമാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി കെ രാജൻ അവിടെ പോയതും അവിടെ പോയി ലൈവായി ഇത് പൊളിച്ചതും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഇതിന്റെ പേരിൽ ഒരു മാധ്യമത്തിലും അന്തിചർച്ച നടത്തുകയില്ല കേട്ടോ. ഒരു മാധ്യമവും ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്നും ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്നൊന്നും പറയില്ല കേട്ടോ. കാരണം അതാണ് ഇന്നിന്റെ മാധ്യമ പ്രവർത്തനം. അവർക്കറിയാം ഓരോ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ, ഇത് പൊളിഞ്ഞു വീഴുമെന്നും. എന്നാലും നുണ പറഞ്ഞ് ശീലിച്ചവർ അങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇടത് വിരുദ്ധതയും പല നുണകളും നമുക്കതിൽ ഉടനീളം കാണാൻ സാധിക്കും. ഈ സർക്കാർ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എന്ത് നല്ല കാര്യത്തെയാണ് ഇവർ അഭിനന്ദിച്ചിട്ടുള്ളത്? എന്ത് നല്ല കാര്യമാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ല. സതീശന്മാർ പറയുന്ന നുണ വാർത്തകൾ മാത്രം പ്രചരിപ്പിച്ച് വയനാട് ദുരന്ത ബാധിതരെ വലിയ രീതിയിൽ തന്നെ ഭീതിയിലാഴ്ത്താൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ളൊരു സംഭാവന മാത്രമേ ഈ മാപ്രകൾ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് നാടിന് വേണ്ടി വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാധ്യമ പ്രവർത്തനം പഠിക്കുന്ന കുട്ടികളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് ആരെങ്കിലും ഒക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു വെക്കുകയാണ്. മനോരമയും പല മാധ്യമങ്ങളും ഒക്കെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടം മാത്രമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. വെറും PR വർക്ക് മാത്രമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് സാധാരണ നിലയ്ക്ക് വെള്ളം സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമില്ല എന്തായിരുന്നു.